ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണെന്ന് പറയുന്നത്. രാജേശ്വരി ശാരദയെ കണ്ടപ്പോൾ പെട്ടെന്ന് ആസിഫിനടുത്തേക്ക് വിളിച്ചു. എടാ ദേ ആ സ്ത്രീ വന്നിട്ടുണ്ടല്ലോ എന്ന് അവർ പതുക്കെ ചോദിച്ചു. ഏത് സ്ത്രീ? ആ കാവേരിയുടെ അമ്മ ശാരദയല്ലേ എന്ന് ആസിഫ് ചോദിച്ചപ്പോൾ അവൾ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? നിവിൻ അറിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അവളും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് രാജേശ്വരി ചെറിയൊരു സംശയം തോന്നി. അങ്ങനെയാണെങ്കിൽ വേഗം അവരെ എൻ്റെ റൂമിലേക്ക് വിളിച്ചിരുത്ത്. പിന്നെ ഒരു 10 ലക്ഷം രൂപ എടുത്തു വെച്ചേക്ക് എന്ന് അവർ നിർദ്ദേശിച്ചു. ആസിഫ് ഒന്ന് സംശയിച്ചു നോക്കിയപ്പോൾ നീ ഞാൻ പറയുന്നത് കേൾക്ക്, വേറെ നിവൃത്തിയില്ല, ഇത് ഒഴിവാക്കിയേ പറ്റൂ എന്ന് രാജേശ്വരി തീർത്തും പറഞ്ഞു. ആ സമയത്തിന് റിസപ്ഷനിലേക്ക് എത്തിയ ശാരദ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് മോളെ നമ്മുടെ കാവേരി ഇവിടെയില്ലേ എന്ന് തിരക്കി. പെട്ടെന്നൊരു കോള് വന്നു. അത് അറ്റൻഡ് ചെയ്ത പെൺകുട്ടി രാജേഷിന്റെ റൂമിലേക്ക് ശാരദയെ കൊണ്ടുപോവാൻ ആസിഫ് പറഞ്ഞതനുസരിച്ച് മാഡത്തിന്റെ റൂമിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. അവൾക്കിവിടെ റൂമൊക്കെ ഉണ്ടോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ശാരദ നേരെ രാജേശ്വരി റൂമിലേക്ക് നടന്നു. അത് കാവേരിയുടെ റൂമാണെന്ന് തെറ്റിദ്ധരിച്ച ശാരദ ആ കസേരയിലൊക്കെ ഒന്ന് കയറിയിരുന്നങ്ങ് കറങ്ങി നോക്കിയാണ്. അവൾക്കിപ്പോൾ 20,000 രൂപയെ ശമ്പളമുള്ളൂവെങ്കിലും ഇങ്ങനെ ഒരു കസേരയൊക്കെ കിട്ടിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ശാരദക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ശാരദ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് രാജേശ്വരി അങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ടതും എനിക്കവളെ ഇഷ്ടമാണെന്ന് പറയുന്ന അന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ മാത്രമല്ല ഈ റിസോർട്ടിൻ്റെ താക്കോൽ കൂടി ഞാൻ അവളെ ഏൽപ്പിക്കുമെന്ന് ദിവ്യൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് രാജേശ്വരിക്ക് ഓർമ്മ വന്നു. രാജേശ്വരിയെ കണ്ട ഉടനെ തന്നെ ശാരദ അങ്ങ് ചാടി എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും വേണ്ട അവിടെ തന്നെ ഇരുന്നു എന്ന് രാജേശ്വരി പറഞ്ഞു. ശാരദ അയ്യോ വേണ്ട സാരമില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും രാജേശ്വരി നിർബന്ധിച്ച് അവിടെ തന്നെ ഇരുത്തി. സത്യമെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ശാരദ വന്നിരിക്കുന്നത് എന്നും ബിനീഷിനെയൊക്കെ പറഞ്ഞയച്ചത് താനാണെന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് രാജേശ്വരി വിചാരിച്ചത്. ഇങ്ങോട്ടേക്ക് നിങ്ങൾ വന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി, നമുക്ക് വളച്ചുകെട്ടില്ലാതെ നേരെ കാര്യത്തിലേക്ക് കടക്കാം. ശാരദയ്ക്ക് എന്താ വേണ്ടത് എന്ന് രാജേശ്വരി ചോദിച്ചു. അതെന്ത് ചോദ്യാ? ഞാൻ കാവേരിക്ക് കുറച്ച് ചോറും കൊണ്ട് വന്നതാ. ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി, അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് അവൾ ചോറ് നിന്നില്ലെന്നറിയാം, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാരദ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഓ ഇവർക്കൊന്നും അറിയില്ലേ എന്ന് ആസിഫ് പതുക്കെ പറഞ്ഞു. അതോടെ ആ എടുത്തു വെച്ച പൈസ മാറ്റിവെച്ചോളാൻ രാജേശ്വരി കണ്ടുകൊണ്ട് ആസിഫിന് ആംഗ്യം കാണിച്ചു. പിന്നെ രാജേശ്വരിയുടെ ഭാവം പെട്ടെന്ന് മാറി. എഴുന്നേൽക്കിടി അവിടെ നിന്ന് ശ്വാസിച്ചു കൊണ്ട് തന്നെ ശാരദയെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. ഞാൻ ഇവിടെ നിന്റെ മോൾക്ക് ജോലി കൊടുത്തത് അരവിന്ദിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നിന്റെ മോൾ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ റിസോർട്ടിൽ വരുന്ന സ്റ്റാഫുകളൊക്കെ വല വീശിപ്പിടിച്ച് അവൾ കൊണ്ടുപോയേക്കുവാണ്. എന്റെ അന്നത്തിൽ കൈയിട്ട് വാരാനാണ് അവൾ ശ്രമിച്ചത് എന്ന് രാജേശ്വരി കുറ്റപ്പെടുത്തി. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വെച്ചു പൊറിപ്പിക്കാറില്ല, അതുകൊണ്ട് അവളെ ഞാൻ ഇവിടെ നിന്നും പുറത്തു കളഞ്ഞു എന്നൊക്കെ മുഖത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു. കാവേരിയുടെ ജോലി പോയി എന്ന കാര്യം അപ്പോഴാണ് ശാരദ ശരിക്കും മനസ്സിലാക്കിയത്. ദേഷ്യത്തോടെ രാജേശ്വരി ശാരദയെ വല്ലാതെ അപമാനിച്ച് സംസാരിക്കുകയും ഒടുവിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറയുകയും ചെയ്തു. കുടിക്കാൻ കൊണ്ടുവന്ന ജ്യൂസ് പോലും അവർക്ക് കൊടുത്തില്ല. വല്ലാത്ത സങ്കടത്തോടെ ശാരദ അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ ചോറ് കൊണ്ടുവന്ന പാത്രം അവിടെ വെക്കാൻ അവർ മറന്നിരുന്നു. ശാരദയെന്ന് ഉറക്കെ വിളിച്ച് രാജേശ്വരി ആ ഒരു ചോറ് പാത്രം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ദാ ഇതും കൂടി കൊണ്ടുപോയിക്കോ, ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞു. താഴെ വീണ ആ ഒരു ചോറ് മുഴുവൻ ചിതറിപ്പോയി. ഇതിലൊരു വറ്റുപോലും ഞാൻ കളയില്ല രാജേശ്വരി, ഈ വറ്റിലെ ഓരോ അന്നത്തിന്റെയും വില എനിക്കറിയാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കട്ടെ എന്ന് നിറ കണ്ണുകളോട് പറഞ്ഞുകൊണ്ട് തന്നെ ശാരദ ആ ഒരു ചോറ് മുഴുവൻ വാരിയെടുത്തു. കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ജയബാലൻ ശാരദയും മക്കളെയും വല്ലാതെ വഴക്കു പറയാൻ തുടങ്ങി. ഞാൻ രാജിയുടെ കാല് പിടിച്ചിട്ടാ അവൾക്ക് അവിടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തത്, എന്നിട്ട് അവൾ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ വല വീശിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കി. നാട്ടിലിപ്പോൾ നിങ്ങളുടെ പേരിൽ പല കഥകളുമാ പറയുന്നത് എന്ന് ജയബാലൻ പൊട്ടിത്തെറിച്ചു. ജയബാലേട്ടാ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ശാരദ പറയുമ്പോൾ ഹോം സ്റ്റേ തുടങ്ങിയപ്പോൾ അരവിന്ദൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ? അന്ന് എൻ്റെ പെങ്ങൾ വരെ എന്നെ കളിയാക്കിയിട്ടാ വിട്ടത്. ഇപ്പൊ എന്തായി? നാട്ടുകാരിപ്പോൾ വേറെ പല കാര്യങ്ങളാ പറയുന്നത് എന്ന് ജയബാലൻ പറഞ്ഞു. രാജി കേസ് കൊടുക്കാതിരുന്നത് എൻ്റെ ഒരു അപേക്ഷ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കാവേരി ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. ഈ ഹോം സ്റ്റേ നടത്താൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്തിൽ നിന്ന് ONC ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ദേഷ്യപ്പെട്ട് ചോദിച്ചു. ശാരദയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഗംഗെ നീ ഈ പുഷ്പവാടിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചതിന് പിന്നാലെ കുറച്ച് ദിവസം മുൻപ് മക്കൾ 4 പേരും അഴിഞ്ഞാടിയത് അറിഞ്ഞില്ലേ എന്നും ചോദിച്ചു. അഴിഞ്ഞാടിയതോ എന്ന് ശാരദ അമ്പരന്നപ്പോൾ അമ്മേ അന്ന് ക്യാമ്പ് ഫയർ നടത്തിയില്ലേ, അതിന്റെ കാര്യമായി പറയുന്നത് എന്ന് ഗംഗ വിശദീകരിച്ചു. ഓ അന്ന് എനിക്ക് വല്ലാത്ത തലവേദനയായി കിടക്കുന്ന സമയമാണല്ലോ എന്ന് ശാരദ പറഞ്ഞപ്പോൾ നാട്ടുകാരിപ്പോൾ പലതുമാണ് പറയുന്നത്. ആ വീഡിയോ കണ്ടിട്ടാ രാജേശ്വരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അവിടെ വരുന്ന സ്റ്റാഫുകളെയാ ഇവിടേക്ക് വല വീശിക്കൊണ്ടുവരുന്നത് എന്ന് ജയബാലൻ പറഞ്ഞു. അതുമാത്രല്ല ഇന്നലെ ഗംഗയെ പിടിച്ചോണ്ട് പോയത് നാട്ടുകാർ വേറെ പലതരത്തിലാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആരാ ജയബാലേട്ട അങ്ങനെ പറയുന്നത് എന്ന് ശാരദ തിരിച്ചു ചോദിച്ചു. ഗംഗയെ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ ഇവിടെയുമൊക്കെ കറങ്ങി ചുറ്റിയടിച്ച് പിറ്റേ ദിവസമല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാ നാട്ടുകാർ പറയുന്നേ.
ജയബാലൻ പറഞ്ഞതോടുകൂടി തന്നെ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്നെ ശാരദ കരയാൻ തുടങ്ങി. ഗംഗയും ആകെ പൊട്ടിക്കരഞ്ഞു. ശാരദ അവളെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ എന്നാലും ഇത്തിരി കൂടിപ്പോയി ജയബാല എന്ന് അമ്മ പറഞ്ഞു. അയ്യോ അമ്മേ, ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ, അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമോ? ഇനിയിപ്പോൾ ഈ പെൺകുട്ടികളെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ജയബാലൻ ചോദിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അകത്ത് നിലയിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് സുജാത അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുന്നത്. എടി ശാരദയെന്ന് ഉറക്കെ വിളിച്ചു കൊണ്ടുവന്ന സുജാതയോട് ഇരിക്കു സുജാതയെന്ന് ശാരദ പറഞ്ഞു. ഇരിക്കാനല്ലടി ഞാൻ വന്നത്. നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എൻ്റെ മോനെ കൊലക്ക് കൊടുക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനമെന്ന് സുജാത ചോദിച്ചു. എന്താ സുജാതയെ നീ ഈ പറയുന്നത് എന്ന് ശാരദ ചോദിച്ചപ്പോൾ, എടി നിന്റെ മകൾ കാരണം എൻ്റെ മോൻ്റെ ജീവന ഇല്ലാതാവാൻ പോകുന്നത്, അത് ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് തീർത്തും പറഞ്ഞു. സുജാത കൂലിപ്പണിക്കും തൊഴിലുറപ്പിനും പോകും. അവൻ്റെ വിദ്യാഭ്യാസം കുറവാണെങ്കിലും അവനെ കൊണ്ട് ഞാൻ കട്ടിയുള്ള പണിയൊന്നും തന്നെ എടുപ്പിക്കാറില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, പോത്തു കയറി മെനഞ്ഞതുപോലെയാ അവൻ ഇന്നലെ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് സുജാത സങ്കടത്തോട് പറഞ്ഞു. പുറമേ വലിയ അപകടമൊന്നുമില്ലെങ്കിലും അവൻ്റെ അകത്താകെ ചതവാണെന്നൊക്കെയാണ് വൈദ്യൻ പറഞ്ഞിരിക്കുന്നത്. നീയൊക്കെ കൂടി എൻ്റെ മോനെ കൊലക്ക് കൊടുക്കുമല്ലേടി എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഇവൾ എന്നൊക്കെ പറഞ്ഞ് സുജാത ഗംഗയെ നോക്കി കയർത്തു. ഞാൻ അവനെ വിളിച്ചതല്ല സുജാതയെ, ഞാൻ പറഞ്ഞിട്ടില്ല അവൻ അങ്ങോട്ടേക്ക് പോയത് എന്ന് ശാരദ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ, നീ ഇന്നലെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടല്ലേടി എൻ്റെ മോൻ ഫോണിലേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞുകൊടുത്തിന് സുജാത വഴക്ക് പറഞ്ഞു. ഈ സമയത്തിന് ജയബാലൻ ദേഷ്യപ്പെട്ട് മുന്നോട്ട് വന്നു. സുജാതയെ, അരവിന്ദന് ഇവിടെ തന്നെയാ മരിച്ചുപോയത്. അരവിന്ദന്റെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്നൊന്നും നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് സുജാതയോട് അങ്ങ് ചൂടായി. അതെ, ഞാനും അങ്ങനെ തന്നെയാ, ഞാനും പറഞ്ഞതുപോലെ തന്നെ ഇരിക്കും. സുജാതയും തിരിച്ചടിച്ചു. ഇനി എന്തായാലും വിനീതിന്റെ ഒരു ശല്യം വീട്ടുകാർക്കുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് ഇനി വിനീതിനെ ഞാൻ കയറ്റില്ല എന്ന് സുജാത പറഞ്ഞത് കേട്ട് ശാരദ ആകെ ഞെട്ടിപ്പോയി. ഞാനൊരു വാക്കാ പറയുന്നതെന്ന് ജയബാലൻ പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ തിരിച്ചൊരു വാക്ക് എനിക്കും കിട്ടണം. ഇനി പട്ടി എല്ലും കഷ്ണം മണപ്പിച്ച് നടക്കുന്നത് പോലെ നിന്റെ മകൻ ഈ വീടിന്റെ ചുറ്റും മണപ്പിച്ച് നടക്കരുത്, എനിക്കത് കാണാൻ ഇടവരരുത് എന്ന് ജയബാലൻ തീർത്തും പറഞ്ഞു. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. എൻ്റെ മകൻ ഇനി ഇവരുടെ പിന്നാലെ നടക്കില്ല എന്ന് സുജാത അവർക്ക് വാക്ക് കൊടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.